ലോകത്തിലെ അതിമനോഹരമായ കാര്യങ്ങളൊക്കെ ഹൃദയത്തിന് മാത്രമേ കാണുവാൻ കഴിയൂ. അതൊന്നും മാനുഷിക കണ്ണുകൊണ്ട് കാണുവാനോ കേൾക്കാനോ കഴിയുന്നതല്ലെന്ന് ഒരിക്കലൊരു മഹാൻ പറഞ്ഞു. അതെ, ഈ ലോകത്തിലെ സൗന്ദര്യം ആസ്വദിക്കാൻ കണ്ണിനൊരു പരിമിതിയുണ്ട്. ആ സൗന്ദര്യത്തെ വർണ്ണിക്കാൻ നാവിനൊരു പരിമിതിയുണ്ട്. എന്നാൽ പരിമിതിയില്ലാത്ത ഒരു ഹൃദയം, ഇതൊക്കെ കണ്ട് ആസ്വദിക്കാനുള്ള മനോഹരമായ എല്ലാറ്റിനെയും സ്വീകരിക്കാനുള്ള ഒരു ഹൃദയം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. മനുഷ്യനെ ഉണ്ടാക്കുന്നതിന് മുമ്പ് അതിമനോഹരമായ എല്ലാം കൊണ്ട് ദൈവം ഭൂമിയെ നിറച്ചു. പറവകളോട് പറഞ്ഞു നിറഞ്ഞു കവിയുവൻ, മത്സ്യങ്ങളോട് പറഞ്ഞു നിറഞ്ഞു കവിയുവൻ. സൗന്ദര്യങ്ങളെ വർദ്ധിപ്പിക്കുന്ന ദൈവം പൂക്കളോട് വർദ്ധിക്കാൻ പറഞ്ഞു, പഴങ്ങളോട് വർദ്ധിക്കാൻ പറഞ്ഞു, എല്ലാ നന്മകളോടും വർദ്ധിക്കാൻ പറഞ്ഞു. ഏറ്റവും ഒടുവിലാണ് ദൈവം ഇതെല്ലാം ആസ്വദിക്കുന്ന ഹൃദയമുള്ള വ്യക്തിയെ നിർമ്മിച്ചത്. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ആദാമിനെ ദൈവം നിർമ്മിച്ചിട്ട് ഇതെല്ലാ സമൃദ്ധിയും ആസ്വദിക്കാനുള്ള ഒരു ജീവിതം അവന് കൊടുത്തു. അപ്പോൾ ദൈവം നന്മകളുടെ ദൈവമാണ്. നമ്മുടെ പ്രാർത്ഥന കൊണ്ട് തരുന്നതാണോ മറുപടി? ആദാം എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ടാണോ അവന് ദൈവം കൊടുത്തത്? കർത്താവെ എനിക്കൊരു പറുദീസ വേണമെന്ന് പ്രാർത്ഥിച്ചോ? ഇല്ല. കർത്താവെ ഞാൻ ഏകനായിരിക്കും നന്നല്ലെന്ന് ആദാം പ്രാർത്ഥിച്ചോ? ഇല്ല. അവൻ അറിയാൻ പോലും പാടില്ല. എന്നാൽ ദൈവമാണ് തീരുമാനിച്ചത്. ആദാം എന്തെല്ലാം ആസ്വദിക്കണം, ആദാം എന്തെല്ലാം ആനന്ദിക്കണം, ഇതെല്ലാം ദൈവമാണ് തീരുമാനിച്ചത്. അപ്പം നമ്മുടെ ദൈവത്തോടുകൂടെ നാം നടക്കാൻ തുടങ്ങുമ്പോൾ ദൈവം നമ്മുടെ കാര്യങ്ങളിൽ വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കും. അവിടെയാണ് വലിയ സമൃദ്ധിയും ഉയർച്ചയുമുള്ളത്. ശാശ്വതമായ അനുഗ്രഹങ്ങൾ അവിടെ ഉണ്ടാകും. ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം, കർത്താവിൽ നമുക്ക് സന്തോഷിക്കാം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. അസാധ്യങ്ങൾ സാധ്യമേ ദേവാ ഉങ്ക വാർത്തയാലേ, അസാധ്യങ്ങൾ സാധ്യമേ ദേവാ ഉങ്ക വാർത്തയാലേ, അസையாத மலை கூட அசைந்திடுமே, அமராத புயல் கூட அமர்ந்திடுமே, அசையாத மலை கூட அசைந்திடுமே, அமராத மலை கூட அமர்ந்திடுமே. எல்லா புகழும் எல்லா கனவும் என்னில் அசாத்தியம் செய்பவர்க்கு எல்லா துதியும் எல்லா உயர்வும் என்னில் நிலைவரமானவர்க்கு எல்லா புகழும் எல்லா கனவும் என்னில் அசாத்தியம் செய்பவர்க்கு எல்லா துதியும் எல்லா உயர்வும் என்னில் நிலைவரமானவர்க்கு எனக்காய் நிற்கும் இயேசுவுக்கு, எனக்காய் பேசும் இயேசுவுக்கு, எனக்காய் நிற்கும் இயேசுவுக்கு, எனக்காய் பேசும் இயேசுவுக்கு. அசாத்தியங்கள் சாத்தியமே தேவா உங்க வார்த்தையாலே, அசாத்தியங்கள் சாத்தியமே தேவா உங்க வார்த்தையாலே, அசையாத மலை கூட அசைந்திடுமே, அமராத புயல் கூட அமர்ந்திடுமே,
യോഹന്നാന്റെ സുവിശേഷം ഏറ്റവും ഒടുവിലത്തെ അധ്യായമായി 21-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം വരെ നമ്മൾ വായിച്ചു. യേശു അവരോട് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്നവർ പറഞ്ഞു. ഇല്ല എന്ന് പറയുന്നവരെ കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞു എന്ന് പറയിപ്പിക്കുന്നവനാണ് കർത്താവ്. ഇതാ കർത്താവ് അവരോട് ചോദിച്ചു, വല്ലതും ഉണ്ടോ? ഇല്ല. ഇല്ല എന്ന് പറയുന്നതിൽ പലരും വളരെ മിടുക്കരാണ്. എന്തുകൊണ്ട്? ഒന്നുമില്ല. പണ്ട് ഹോജ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ്റെ കഥ കേട്ടിട്ടുണ്ട്. ഒരു അറബി കഥയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തോട് പഞ്ചസാരയില്ല, ഉപ്പില്ല, മുളകില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എടീ പോസിറ്റീവായിട്ട് സംസാരിക്കും, ഇല്ല ഇല്ല എന്ന് രാവിലെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ പറയില്ലേ. ഉടനെ ഭാര്യ, ശരി ഉണ്ടെന്ന് പറയാം. പഞ്ചസാരയുടെ അഭാവമുണ്ട്, അരിയുടെ പോരായ്മയുണ്ട്, മുളകിൻ്റെ ഇല്ലായ്മ ഉണ്ട്. എങ്ങനെ വന്നാൽ അവസാനം ഒരു ഇല്ല പറച്ചിൽ മലയാളിക്ക് അതില്ലെങ്കിൽ കുഴപ്പം. എങ്ങനെയുണ്ട്? ഓ ഒരു സുഖമില്ല. എങ്ങനെയുണ്ട് മഴ? ഓ മഴ കാരണം ഒരു സുഖമില്ല. വെയിൽ എങ്ങനെയുണ്ട്? ഓ വെയിൽ കാരണം ഒരു സുഖമില്ല. ഇല്ല പറച്ചിൽ മാറ്റുന്നവനാണ് കർത്താവ്. കർത്താവ് ചോദിച്ചു, കുഞ്ഞുങ്ങളെ കൂട്ടാൻ വല്ലതും ഉണ്ടോ? ഇല്ല എന്ന് അവർ പറഞ്ഞു. ഇവരെല്ലാം നന്മ കാത്തിരിക്കുന്നവർ. ഈ കൂട്ടത്തിൽ നദനയിലുണ്ട്. നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? ഇവരെല്ലാം കാത്തിരിക്കുന്നവരാണ്. വല്ല ഗുണവുമുണ്ടോ? ഇവരെല്ലാം കാത്തിരിക്കുന്ന ശിഷ്യന്മാരാണ്. യേശു അവരോട് പറഞ്ഞു, പടകിൻ്റെ വലത്തുഭാഗത്ത് വീശാൻ പറഞ്ഞു, എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അവർ വീശി. മീനിൻ്റെ പെരുപ്പ ഹേതുവായി വല വലിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇല്ല എന്ന് പറയുന്നവരെ കൊണ്ട് വല നിറപ്പിക്കുന്നവനാണ് കർത്താവ്. നീ ഇല്ല എന്ന് പറഞ്ഞില്ലേ, അതേ സ്ഥലത്ത് നീ കാണാൻ പോവുകയാണ്. എന്തില്ല എന്ന് പറഞ്ഞുവോ അത് നിൻ്റെ കയ്യിൽ ധാരാളം വരുന്ന ഒരു സീസൺ ഇത് കേൾക്കുന്ന പലരുടെയും ജീവിതത്തിൽ ഉണ്ടാകാൻ പോകും. എന്തില്ല? തലമുറകളില്ല, ദൈവം നിനക്ക് തലമുറകളെ തരാൻ പോവുകയാണ്. സമ്പത്തില്ല, ദൈവം നിനക്ക് സമ്പത്ത് തരാൻ പോയി. ജോലിയില്ല, വരുമാന മാർഗങ്ങൾ ദൈവം തുറക്കാൻ പോവുകയാണ്. ഒരു പ്രാർത്ഥനാ ജീവിതം ഇല്ല, പ്രാർത്ഥനാ ജീവിതം ദൈവം നിനക്ക് തരാൻ പോവുകയാണ്. സമാധാനമില്ല, സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം കൊണ്ട് ദൈവം നിന്നെ നിറക്കാൻ പോവുകയാണ്. നീ എന്തില്ലെന്ന് പറയുന്നുവോ അത് തന്നെ ദൈവം നിനക്ക് നിറച്ചു തരാൻ പോവുകയാണ്. മീനില്ല എന്നവർ പറഞ്ഞു. ഇപ്പോഴിതാ മീൻ നിറഞ്ഞിട്ട് അവർക്ക് വല വലിപ്പാൻ കഴിയുന്നില്ല. അതുപോലെ ഒരു സമൃദ്ധി. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പല വീടുകളിലും ഇല്ല പറയുന്ന വീടുകളിൽ ഏതിൽ ഇല്ല പറഞ്ഞു ആ വിഷയത്തിൽ തന്നെ സമൃദ്ധി പറയും. പിള്ളേർ പറഞ്ഞാൽ കേൾക്കുന്നില്ല, അനുസരണമില്ല. ആ കുട്ടികളായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കുട്ടികൾ. എൻ്റെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ല എന്ന് പറയുന്നവരോട് പറയാം, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ ഭാര്യ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ വരും. സ്നേഹത്തിൻ്റെ സമൃദ്ധി. എന്തില്ല, എന്താണ് ആവശ്യം, അതിൻ്റെ മേൽ കർത്താവിൻ്റെ കരമൊന്ന് ചലിക്കും. കർത്താവിൻ്റെ വാക്കിന് വീശുന്നവരായി നമുക്ക് മാറാം. ഇതാ മീനിൻ്റെ പെരുപ്പം ഹേതുവായി വല വലിപ്പാൻ കഴിഞ്ഞില്ല. മീനിൻ്റെ പെരുപ്പം. പലരും പെരുപ്പം കണ്ടിട്ടില്ല. അതുപോലെ മീൻ അങ്ങോട്ട് പെരുകി. യേശു പറഞ്ഞ മാത്രയിൽ ഇല്ലാത്ത മീൻ അവിടെ പെരുകുകയാണ്. അധികം നേരമൊന്നും വേണ്ട കർത്താവിന്. ഇനി അവർ വീശുന്ന കടലിൽ ഒറ്റ മീനില്ലെങ്കിലും യേശു പറഞ്ഞ സ്ഥലത്ത് വെറുതെ വീശിയാൽ മതി, അവിടെ ഉണ്ടായി വരും പെരുപ്പം. അത് മീൻ പെരുകിയെന്ന് യേശുവിൻ്റെ ഒറ്റ വാക്കിൽ. വറുത്ത മീൻ പെരുകിയെങ്കിൽ
5 അപ്പം പെരുകിയെങ്കിൽ പിന്നെയാണോ കടലിൽ കിടക്കുന്ന മീൻ പെരുകാത്തത്? യേശു പറഞ്ഞാൽ വറുത്ത മീൻ എത്ര കഴിച്ചിട്ടും തീരുന്നില്ല. 5 അപ്പം 2 മീൻ, അതിങ്ങനെ 12 കൊട്ട നിറച്ച് ഇപ്പോൾ ബാക്കി വന്നിരിക്കുകയാണ്. മീനുകൾ കൊണ്ട് നിറഞ്ഞു. വറുത്ത മീൻ പെരുകിയെങ്കിൽ പിന്നെയാണോ പച്ചമീൻ? അപ്പം പെരുകിയെങ്കിൽ പിന്നെയാണോ മീൻ? കടലിൽ അവനൊരു വാക്ക് പറഞ്ഞപ്പോഴാണ് ഉണ്ടാകട്ടെ, മത്സ്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. എല്ലാ മത്സ്യങ്ങളും ഉണ്ടായി വന്നതാണ്. ഒരു വാക്ക് മതി. യേശു ക്രിസ്തുവിൻ്റെ ഒരു ഒറ്റ വാക്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടായി വരും, അത് വർദ്ധിച്ചു വരും. യേശുവിൻ്റെ വാക്കിനെ നമുക്ക് വിശ്വസിക്കാം. അവൻ്റെ വാക്കിൽ അത്ഭുതങ്ങളുണ്ട്, അവൻ്റെ വാക്കിൽ വിടുതലുകളുണ്ട്. ഇന്ന് ഈ വിഷയത്തിൽ വളരെ വളരെ വിഷമത്തിലൂടെ കടന്നു പോകുന്ന പലരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞതിനെ ദൈവം വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. എനിക്ക് സാമ്പത്തികമായി വളരെ പ്രശ്നങ്ങളാണ് എന്ന് പറയുന്നവർക്ക് സാമ്പത്തിക മേഖലകളിൽ ദൈവം ഒരു വിശാലത കൽപ്പിച്ചാക്കും. വിശ്വസിക്കുക. അവർക്ക് ഈ മീനിൻ്റെ പെരുപ്പ് ഹേതുവായി വല വലിപ്പാൻ കഴിഞ്ഞില്ല. അതാണ് 6-ാം വാക്യം. അടുത്തത് 7. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. ഒരു വർധനവ്, ഇല്ലായ്മയിൽ ഭാരപ്പെട്ടിരിക്കുമ്പോൾ ഒരു വലിയ വർധനവുണ്ടാകുന്നുണ്ടെങ്കിൽ അത് യേശുവാണ്. ഇപ്പോൾ ശിഷ്യനായ യോഹന്നാന് മനസ്സിലായി അത് കർത്താവാണ്. അവർക്ക് മനസ്സിലായില്ല കരയിൽ നിൽക്കുന്നത് കർത്താവാണെന്ന്. കർത്താവ് വിളിച്ചു, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുകൊണ്ട്. ഇവർക്ക് മനസ്സിലായില്ല. എന്നാൽ അത്ഭുതം, പെരുകുന്ന അത്ഭുതം അവർ കണ്ടപ്പോൾ, ചെറിയ അത്ഭുതമല്ല, വർദ്ധിച്ച് പെരുകുന്ന, വല പോലും വലിക്കാൻ കഴിയാത്ത വലിയ അത്ഭുതം പെരുകിയപ്പോൾ, അപ്പോൾ യോഹന്നാൻ ഉടനെ പറഞ്ഞു അത് കർത്താവാണ്. വർദ്ധിക്കുന്നുണ്ടെങ്കിൽ അത് കർത്താവാണ്. പെരുപ്പം കൊണ്ട് വല വലിപ്പാൻ കഴിയുന്നില്ലെങ്കിൽ അത് നമ്മളാരുമല്ല, നമ്മുടെ മീൻപിടുത്തത്തിൻ്റെ മികവല്ല, ആ സ്ഥലത്ത് മീൻ ഉണ്ടായിട്ട് വന്നതല്ല, അതിൻ്റെ പുറകിൽ കർത്താവാണ്. എല്ലാ സമൃദ്ധിയുടെയും പുറകിൽ കർത്താവാണ്. എല്ലാ ഉയർച്ചകളുടെയും പുറകിൽ കർത്താവാണ്. എല്ലാ മാന്യതകളുടെയും പുറകിൽ യേശുവാണ്. ഇന്ന് ഈ വചനം അതുപോലെ വിശ്വസിക്കാമോ? അത് കർത്താവാണ്. എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന നന്മ അത് കർത്താവാണ്. എനിക്ക് എൻ്റെ സാക്ഷ്യം പറയാം, നിങ്ങൾക്ക് നിങ്ങളുടെ സാക്ഷ്യം പറയാൻ കഴിയണം. അത് കർത്താവാണ്. എന്ത് കാര്യം കണ്ടാലും അത് കർത്താവാണ്. ഒരു നന്മയുണ്ടായി, കുഞ്ഞിന് നല്ല മാർക്കോടെ അവൻ പാസ്സായി, അവൾ പാസ്സായി, ഉടനെ പറയണം അത് കർത്താവാണ്. നിനക്കത്രയും മാർക്ക് കിട്ടാൻ യാതൊരു സാധ്യതയില്ല, അത് കർത്താവാണ്. ഭർത്താവിന് ഒരു പ്രൊമോഷൻ ഉണ്ടായി, അത് കർത്താവാണ്. ഞാൻ എൻ്റെ അധ്വാനം കൊണ്ടുണ്ടാക്കിയെടുത്ത പ്രമോഷനാണ് എന്ന് നെബൂഖദ്നേസർ പറഞ്ഞ പോലെ ഞാൻ ഉണ്ടാക്കിയ മഹദിയ ബാബിലോൺ എന്ന് പറയരുത്. തിരിച്ചു പറയണം അത് കർത്താവാണ്, അത് കർത്താവാണ്. ഗോലിയാത്തിനോട് ദാവീദിന് പറയാനുള്ളത്, ഇസ്രായേലിൽ ഒരു ദൈവം ഉണ്ടെന്ന് എല്ലാവരും അറിയും, അത് കർത്താവാണ്. ഇവിടെ ഇന്ന് നടക്കാൻ പോകുന്ന ജയത്തിൻ്റെ പുറകിൽ കർത്താവാണ് എന്ന് എല്ലാവരും അറിയണം. ദാവീദിനെ അറിയിക്കാൻ ഒരു പ്രോഗ്രാമുമില്ല. ദാവീദിന് ഒറ്റ കാര്യമേ ഉള്ളൂ, കർത്താവിനെ ലോകം മുഴുവനും അറിയണം. യോഹന്നാന് മനസ്സിലായി അത് കർത്താവാണ്. എന്തെങ്കിലും ഒരു സമൃദ്ധി ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു പെരുപ്പമുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ കർത്താവാണ്. അറുക്കുക, മുടിക്കുക, കൊല്ലുക, ഇതിൻ്റെ പുറകിൽ ആരാണ്? പിശാചാണ്. അറുത്ത് മുടിച്ച് കൊല്ലുക, എല്ലാ നാശത്തിൻ്റെ പുറകിൽ പിശാചും സമൃദ്ധിയുടെ പുറകിൽ യേശുവുമാണെന്ന് ഉള്ള സത്യം എന്ന് ദൈവജനം പഠിക്കുമോ അന്നു മുതൽ മാറ്റമുണ്ടാകും. മനോഭാവമാണ് ആദ്യം മാറുന്നത്. ആദ്യം മാറുന്നത് സമ്പത്തല്ല, ആദ്യം മാറുന്നത് മനോഭാവമാണ്. സിംഹത്തിനൊരു മനോഭാവമുണ്ട്. ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പറയില്ല ആറ്റിറ്റ്യൂഡ്. കഴുകനൊരു മനോഭാവമുണ്ട്. എന്നെ കഴിഞ്ഞിട്ടുള്ള എല്ലാ പക്ഷികളും എനിക്ക് എത്തിപ്പിടിക്കാൻ കഴിയുന്ന ദൂരത്തിൽ എത്തിപ്പിടിക്കാൻ കഴിവുള്ളവരല്ല. സിംഹത്തിനറിയാം എത്ര വലിയ മൃഗമാണെങ്കിലും എനിക്ക് അതിനെ
നേരിടാൻ കഴിയും. അപ്പോൾ അത് കർത്താവാണ്. അങ്ങനെ എത്തിപ്പിടിക്കാൻ ശക്തി തരുന്നത് കർത്താവാണ്. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് ശീമോൻ കേട്ടിട്ട് താൻ നഗ്നനാകയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. യേശുവിലോട്ട് നോക്കിയത് ആരാ? യോഹന്നാനാണ്. ബാക്കി എല്ലാവരും മീനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 153 വലിയ മീൻ, 153 മീൻ, വലിയ കൂട്ടം മീൻ, എല്ലാം വലിയ മീൻ. ഈ വല എല്ലാവരും അതിലോട്ടാണ് നോക്കിയിരിക്കുന്നത്. അത്ഭുതത്തിലേക്ക് ഒരാൾ മാത്രം കർത്താവിലോട്ട് നോക്കി. ഒരാൾക്ക് മാത്രമേ ആ സമയത്ത് കർത്താവിനെ കാണാൻ കഴിഞ്ഞുള്ളൂ. അത് കർത്താവാണ്. അവൻ നഗ്നനാകയിൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. കർത്താവാണെന്ന് അറിഞ്ഞപ്പോൾ അവൻ ചാടി രക്ഷപ്പെട്ടതല്ല, ചാടി നീന്തി കർത്താവിൻ്റെ അടുത്തോട്ട് ഓടി നീന്തി വന്നതാണ്. അവൻ കർത്താവിനെ തിരിച്ചറിഞ്ഞു. പത്രോസിന് എല്ലാം ഒന്ന് തിരിച്ചു കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അനേക പത്രോസുമാർ കർത്താവിന് വേണ്ടി വെള്ളത്തിൽ നീന്തും. നമുക്ക് വിശ്വസിക്കാം. കർത്താവെ, ഇന്ന് ഈ വചനം കേട്ട ഓരോ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഒരു സമൃദ്ധി ഉണ്ടാകട്ടെ. സാമ്പത്തികത്തിൽ, ആരോഗ്യത്തിൽ, മാനസിക കാര്യങ്ങളിൽ, ലീഡർഷിപ്പിൽ എല്ലാം കർത്താവിൻ്റെ കരം ചലിക്കണമേ. അത് കർത്താവാണെന്ന് മറ്റുള്ളവർക്ക് ഉറപ്പിച്ചു പറയത്തക്ക യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ കണ്ണുകൾ തുറന്നു വരട്ടെ. അത്ഭുതങ്ങൾ നടക്കട്ടെ യേശുവിൻ നാമത്തിൽ.